അല്ലല്ലല്ല, എന്ത് പാടാ? സിഗരറ്റ് വലിക്കാനുള്ള പരിപാടി ഉണ്ടാന്നോ? നിന്നോട് ചോദിച്ചിട്ടില്ലേ എന്തിനാ തീപ്പെട്ടി അടിച്ചെന്ന്? ഈ വീടിന് തീ വെക്കാൻ. എടാ, നിന്റെ വിളവൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല കേട്ടോ. കടലാസ് ചുരുട്ടി സിഗരറ്റ് പോലെ ആക്കി വലിക്കാൻ അല്ലേടോ നിന്റെ പരിപാടി? അതേടി, ഇവന്റെ അച്ഛൻ അർജുനല്ലയോ, അവനും ചെറുപ്പത്തിലെ ഇത് തന്നെയായിരുന്നു പരിപാടി. എന്നിട്ട് കൃഷ്ണമക്കിൽ എന്തുവാ ചെയ്തേ? തല കുഴിയാക്കി കെട്ടി തൂക്കിയിടും. അപ്പൊ മൂക്കി കൂടെ വായി കൂടെ പുക വന്നോണ്ടിരിക്കും. അങ്ങനെയാ അത് നിർത്തിയത്. എന്നാലേ നമുക്ക് ഇവന്റെ തല കീഴായിട്ട് കെട്ടി തൂക്കിയിടണം. അത് തന്നെ വേണം. കെട്ടിത്തൂക്കാൻ വാ. എന്താടാ വന്നാല് നീ എന്തോ ചെയ്യടാ? അവന്റെ ആഹാരം നോക്കി കള്ളന്റെ നോട്ടം കണ്ടോ? പള്ളിക്കുറിച്ച് പോലും പോകാതെ അറിയാതെ. എന്റെ അച്ഛമ്മ, ഞാൻ സിഗരറ്റ് വലിക്കാനൊന്നും അല്ല തീപ്പെട്ടി വരച്ചത്. പിന്നെ ഞാൻ പച്ചവെള്ളത്തിൽ നിന്ന് തീ ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലാ. ശരി, നേരത്തെ അവൻ ചെയ്തോണ്ടിരുന്നതല്ലയോ, പിന്നെ അതങ്ങ് മറന്നു പോയി കേട്ടോ. നീ ഉണ്ടാക്കും ഒന്ന് കാണട്ടെ. മക്കളിത് തൽക്കാലം ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ച്, എന്നിട്ടേ ഈ ഫോം ഒന്ന് പൂരിപ്പിക്കണം. ഫോമോ? എന്തിന്റെ ഫോം? ഇതാ അച്ഛമ്മയുടെ പെൻഷൻ ഇല്ലേ, ഇനി മുതൽ SBI അക്കൗണ്ടിൽ നേരിട്ട് വരിക ചെയ്യുന്നത്. അങ്ങനെ നേരിട്ട് വരണമെങ്കിൽ ഈ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. അച്ഛമ്മക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാനാ പൂരിപ്പിച്ചു കൊടുക്കുന്നത്. ആ മഹാസംഭവം എനിക്കൊന്ന് കാണണമല്ലോ. എന്താടാ ഒരു പൊന്നം, വേണമെങ്കിൽ കണ്ടിട്ട് എഴുന്നേറ്റ് പോടാ. അല്ലേ? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ ഇംഗ്ലീഷ് അല്ലേ ഒപ്പിടുന്നേ? ശ്രീന്ന്. അയ്യോ അമ്മ, അത് ഇംഗ്ലീഷ് അല്ല, മലയാളമാ. ശ്രീ. എന്നാ ഇപ്പൊ നീ പൂരിപ്പിക്കണ്ട, അർജുനൻ വന്നിട്ട് പൂരിപ്പിച്ചോളൂ. അയ്യോടി, അപ്പോഴേക്കും അമ്മ പിണങ്ങി. അമ്മ ഞാൻ പൂരിപ്പിച്ചു തരാം. അർജുനേട്ടനാണെങ്കിലേ ഇവിടെ വന്ന് എഴുതി തുടങ്ങുമ്പോഴത്തേക്കും കൈ വരത്തിട്ട് അക്ഷരം എല്ലാം തെറ്റിപ്പോവും. I am okay, you don't worry. Give pen. Name മായാവതി PK. അഡ്രസ് പറയാമേ? അത് നിനക്കറിയത്തില്ലയോ? അറിയാം. അങ്ങോട്ട് എഴുത്. ഈ ചില്ലി കാശ് പെൻഷൻ വാങ്ങിക്കാൻ എന്തൊക്കെ ഏർപ്പാടുകളാ. ഇനിയിപ്പോൾ 3 ഫോട്ടോ, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്. ഇനിയിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകേണ്ടി വരുമോ? പെൻഷൻ കാശ് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ട് തരുമ്പോൾ എന്തോ ഒരു സുഖമാ അതിങ്ങനെ എണ്ണി എണ്ണി വാങ്ങിക്കാൻ. അയ്യോ, എന്നത്തേക്ക് കിട്ടും? അതൊക്കെ കിട്ടുമോ? ഇതാ ഈ ഫോം അങ്ങോട്ട് പൂരിപ്പിച്ചു കൊടുത്താൽ മതി. ഫോട്ടോ വെക്കണമല്ലോ. നല്ല ഫോട്ടോ വല്ലതും ഉണ്ടോ? നമ്മൾ അന്ന് എടുത്ത ഫോട്ടോ ഇല്ലയോ? മറ്റേ തിരിച്ചറിയൽ അതിന് വേണ്ടിയിട്ട് അതിരിപ്പില്ലയോ? ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ അല്ലേ? നോമിനി. അയ്യോ, നോമിനി വെക്കണം. അവകാശികൾ 4 മക്കളില്ലേ, 4 ആളുടെയും പേരെഴുതു. ഒന്ന് പോടാ അവിടുന്ന്. എന്റെ മോടെ പേര് വെച്ചു. കോകിലാന്റിയുടെ അല്ല, പിന്നെ എന്റെ മോഹന വല്യയുടെ. എന്താണ് വിളിച്ചോണ്ടിരിക്കുന്നേ? എഴുതടേ. മമ്മി ഷോക്കായി പോയി, അതാ. ഷോക്കൊന്നും വേണ്ട, എഴുത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ സ്നേഹത്തിന് എന്താ അമ്മ തിരിച്ചു തരണ്ടേ? ഒന്നും തരണ്ട, എന്റെ മക്കളങ്ങോട്ട് എഴുതിയാട്ടെ. കുറച്ച് മുളകരച്ച് അച്ഛമ്മയുടെ കണ്ണിൽ തേക്ക്. മുളകരച്ച് തേക്കാൻ വന്നിട്ടില്ല. മുളകരച്ച് നിന്റെ കണ്ണിലാ തേക്കാൻ പോകുന്നത്. നമുക്കിനി ഇത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കാം. ഞാൻ വരാം വേടെ കൂടെ. ശരി. പക്ഷേ ഇത് ശരിയാണോന്ന് എനിക്ക് അറിയണമല്ലോ. എനിക്ക് നിന്നെ അത്ര അങ്ങോട്ട് വിശ്വാസം വരാം. നീ ഇതൊന്ന് വായിച്ചു നോക്കിയേ. നോമിനി ശരിയായിരിക്കുമല്ലോ. നോമിനി ശരിയാ, പക്ഷെ നിന്റെ ഇംഗ്ലീഷ് ആണോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഇവനൊന്ന് വായിക്കട്ടെ. എന്റെ ഡിഗ്രിയെ ചോദ്യം ചെയ്യരുത്. ഒന്നുമില്ല. ഞാനൊന്ന് വായിക്കട്ടെ, വല്ല തെറ്റുണ്ടോ നോക്കട്ടെ. ഇതെന്തുവാ? അയ്യോ, ഫുള്ള് തെറ്റാ. എന്തോ എഴുതി വെച്ചേക്കുന്നേ? അയ്യോ, ഇതിനകത്ത് VA എവിടെ പോയി? മായാവതി എഴുതിയേക്കുന്നത്. മായാവിയുടെ സ്ഥാനത്ത് മായാവി എഴുതിയേക്കുന്നു. ഈ കണക്കിന് മായാവി എഴുതാഞ്ഞതും ഭാഗ്യം. എന്താടി നീ അങ്ങനെ ചെയ്തേ? അതെ, സ്പീഡിന് എഴുതിയപ്പം അങ്ങനെ വന്നു പോയത്. അങ്ങനെയൊക്കെ വരും. എഴുതുമല്ലേ? അങ്ങനെ വരുമോ? പിന്നെ അങ്ങനെ വരും.
അച്ഛമ്മയുടെ ഫാദറിന്റെ സ്ഥാനത്ത് അച്ഛമ്മയുടെ ഹസ്ബൻഡിന്റെ പേര് എഴുതിയേക്കുന്നത് കൃഷ്ണൻ നായർ. അത് സാരമില്ല, രണ്ടുപേരും മരിച്ചുപോയല്ലോ. കൊല്ലടാ അവളെ. എവിടുന്നാണ് നീ ഇംഗ്ലീഷ് പഠിച്ചത്? കോളേജിൽ നിന്ന്. ഏത് കോളേജിൽ നിന്ന്? അല്ല, ചില തെറ്റൊക്കെ ഏത് പണ്ഡിതനും പറ്റുമല്ലോ. എന്റെ ഈശ്വര, ഇനി ഈ ഫോറം വാങ്ങിക്കാൻ ഞാൻ വീണ്ടും പോസ്റ്റ് ഓഫീസിൽ പോകണമല്ലോ. പോസ്റ്റ് ഓഫീസിൽ ഫോം തീർന്നാ കേട്ടെ. കണ്ണാ, നിന്നോട് എഴുതാൻ പറഞ്ഞ് എന്നെ തല്ലണം. കോളേജിൽ പഠിച്ചിട്ടുണ്ട് പോലും. പള്ളിക്കൂടത്തിന്റെ വാതിൽ പോയിട്ടുണ്ടോ നീ? നിരക്ഷര കുക്ഷി. ഇനി തെറി പറയരുത്. എത്രയാണോ നല്ല വാക്കണോ നിനക്ക് എങ്ങനെ അറിയാം? അതുപോലെ അറിയാൻ വയ്യല്ലോടി നിനക്ക്. ഓ, നിന്നെ ഞാൻ എന്റെ അവകാശയുടെ സ്ഥാനത്തുനിന്ന് വെട്ടും. എന്നാ ഒന്ന് കാണണല്ലോ. ആ ഫോം ഇങ്ങ് നടക്കണ. എന്തിനാ? ഞാൻ വെച്ചോളാം. നിങ്ങൾ നിരക്ഷര കുഷിന്നല്ലേ? എന്നെ നിരക്ഷര കുഷി. അത് തെറിയാണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അയ്യോ, എന്റെ പെൻഷൻ. പെൻഷൻ വ്യാജരേഖകൾ കാണിച്ച് സർക്കാരിനെ പറ്റിച്ച് ഉണ്ടാക്കുന്ന പെൻഷൻ അല്ലേ? അങ്ങനെ ഇരിക്കും. മര്യാദക്ക് പുതിയ ഫോം വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ നീ വിവരം അറിയും. ഓ പിന്നെ, ഫോം മേടിച്ചോണ്ട് വന്നിട്ട് എന്റെ കാലെ പിടിക്കുവാണെങ്കിൽ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പൂരിപ്പിച്ചു തരും. നീ പൂരിപ്പിക്കും ഇതുപോലെ. ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 7ാം തരം തുല്യതാ പരീക്ഷ എഴുതിപ്പിക്കും. അയ്യടാ, അങ്ങോട്ട് വാ, രണ്ടുപേരും കൂടെ തുല്യതാ പരീക്ഷ എഴുതിപ്പിക്കാനായിട്ട്. എനിക്ക് വയ്യ എന്റെ ദൈവമേ, എന്റെ ഫോം ഇങ്ങനെ ആയിപ്പോയില്ല. ഞാൻ ഇനി എന്തോ ചെയ്യും? വെറുതെ അല്ല രണ്ടാളും മാർക്കറ്റിൽ വരാഞ്ഞത്. ഇവിടെ കിടന്ന് അടികൂടാൻ പറ്റത്തില്ലല്ലോ. ദേ, രണ്ടിന്റെ ശബ്ദം റോഡിൽ വരെ കേൾക്കാം. എന്നെ ഒന്ന് കൊന്നു തരുവോ? അന്ന് ഞങ്ങളിവിടെ രഹസ്യമൊന്നും പറഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല, ഞങ്ങളുടെ വഴക്ക് ഇപ്പൊ നാട്ടുകാർക്ക് ശീലമാ. എടാ, എന്റെ പെൻഷനുള്ള ഫോം എവിടെ കീറി കളഞ്ഞതാ? സാരമില്ലമ്മേ, അത് പോസ്റ്റ് ഓഫീസിൽ ഇഷ്ടം പോലെ ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. എടാ, നീ അല്ലേ പറഞ്ഞ പോസ്റ്റ് ഓഫീസിൽ ഫോമെല്ലാം തീർന്നു പോയെന്ന്? സോറി അമ്മേ, ഞാൻ വേറെ ഫോം മേടിപ്പിച്ചിട്ട് അർജുനേട്ടനെ കൊണ്ട് തന്നെ പൂരിപ്പിച്ചു തരാം. പോരെ? നാളെ തന്നെ പോണം. പിന്നെ അമ്മയുടെ പെൻഷൻ ഇനി ഇങ്ങനെ അരിപ്പാത്രത്തിൽ പൂഴ്ത്തി വെക്കാനൊന്നും പറ്റത്തില്ല. കുടുംബ ബഡ്ജറ്റ് ആകെ തകർന്നിരിക്കുക. എൻ്റെ ഒരുത്തൻ്റെ ശമ്പളത്തിൽ ഒന്ന് ഓടിച്ചോണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാവും അമ്മേ. അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അമ്മയുടെ പെൻഷൻ കാശത്തോടെ ഞാൻ സമ്മതിക്കത്തില്ല. പച്ചക്കറിയുടെ വില കൂടി. അരിയുടെ വിലയാണെങ്കിൽ റോക്കറ്റ് ഉയർന്നു പോകുന്നതിന്റെ കൂട്ട് മേളോട്ടാ. അപ്പൊ ഇച്ചിരി അരി ഭക്ഷണം ഒക്കെ കുറയ്ക്കേണ്ടി വരും. അതെ, കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് നൂഡിൽസ് ആക്കാം 4 നേരം. ഇവളാ ഈ ബഡ്ജറ്റ് കൂട്ടുന്നത് മൊത്തം. ഇപ്പൊ നിനക്ക് 4 നേരം നൂഡിൽസ് ഇറങ്ങത്തുള്ളൂ. ഇനി എന്നിട്ട് 3 നേരം മീൻകറി ഇല്ലാതെ ഭക്ഷണം ഇറങ്ങുമോ നിങ്ങൾക്ക്? ഞാൻ അങ്ങനൊന്നും നിർബന്ധം പിടിക്കാറില്ലല്ലോ. അമ്മയല്ല, അർജുനേട്ടൻ. അതിന് തന്നെ 50 രൂപ ഡെയിലി വേണം. അങ്ങനെ തിന്നുന്നതിനൊന്നും കണക്ക് പറയില്ലേ മോളെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ദിവസം ആപ്പിളും പാലും ഇല്ലാതെ നിനക്ക് ഉറക്കം വരത്തില്ലല്ലോ? അതോ? അപ്പൊ അമ്മയ്ക്ക് കണക്ക് പറയാല്ലേ? എന്നും നാടൻ കോഴിയുടെ മുട്ട വേണമെന്ന് പറഞ്ഞ് വാശ പിടിക്കുന്ന അമ്മയല്ലേ അമ്മേ? ഞാനോ? ഞാൻ അങ്ങനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പോട്ടെ, തിന്നുന്ന കാര്യമൊക്കെ അങ്ങ് വിട്ടേര്. ബാക്കി ഇവിടെ ഈ അനാമത്തെ ചെലവ് എന്തുവാ? നിന്റെ മേക്കപ്പ്, നിനക്ക് മേക്കപ്പിന് വേണ്ടിട്ട് എത്ര രൂപ വേണം ഒരു മാസം? വേണ്ട, കാതിനകത്ത് നോക്ക്. ഇതെന്തുവാ ഇത്? ഈ ചില്ലി വെച്ചാൽ എന്താ കാശ് കൊടുക്കണ്ടേ? നെറ്റിയിൽ ഈ കുന്തം ഒട്ടിച്ച് വെച്ചിരിക്കുന്നു, ഇതൊന്നും കാശ് കൊടുക്കാതെ കിട്ടുമോ? ഈ ചുണ്ടയിൽ ഈ കുന്തം ഒന്നിനായിട്ടിരിക്കുന്നത്, ഇതൊക്കെ കാശ് കൊടുക്കാതെ കിട്ടുമോ? ഈ മുടി ഇങ്ങനെ പോവനേനെ ഇവിടെ വെട്ടിയിടാനോ അവര് കാശ് കൊടുക്കാതെ അങ്ങോട്ട് ചെല്ലുവോ? വെട്ടിത്തരുവോ? ഇതൊക്കെയാ കാശ് ചെലവാകുന്നേ. നമ്മൾ കുറച്ച് എത്തിച്ചാ ഈ ചെലവുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. അതെ, അത്രേ ഉള്ള കാര്യം. അതൊക്കെ പോട്ടെ. ഈ വീട്ടിലോ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ ഭക്ഷണത്തിലെ ആഡംബരം ഒഴിവാക്കുക. ഈ ഭക്ഷണത്തിൽ എങ്ങനെ ആഡംബരം ഒഴിവാക്കുന്നേ? അതെ, ഭക്ഷണത്തിനകത്ത് മുത്തുമാല ഇടുന്നില്ല, കമ്മലിടുന്നില്ല, ലിപ്സ്റ്റിക് ഇടുന്നില്ല. ഇതൊക്കെയാണ് ഈ ആഡംബരം എന്ന് പറയുന്നത്. അതല്ലമ്മേ, പിന്നെ നമ്മൾ ഈ വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഇച്ചിരി മാറ്റി വെക്കുക. വില കൂടിയ ഇറച്ചി, മീന്, പാല്, പൊട്ട അതുപോലൊക്കെ ഉള്ളത് നമ്മളൊന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ കറണ്ട് മിനിമത്തിന് ഉപയോഗിക്കുക. കറണ്ട് മിനിമത്തിന് മെഴുകുതിരി മതിയല്ലോ. മതി. പിന്നെ അതുപോലെ ടെലിഫോൺ ഒരു മിനിമത്തിന് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഭക്ഷണത്തിൽ നമുക്കൊന്നും കൂടെ ഇതാക്കാം. അതായത് കാലത്ത് എഴുന്നേറ്റ് ഒരു കട്ടൻ കാപ്പിയും കപ്പ പുഴുങ്ങിയത്, ഉച്ചയ്ക്ക് കപ്പ പുഴുങ്ങിയത് കട്ടൻ കാപ്പി, വൈകുന്നേരം കപ്പ പുഴുങ്ങിയതല്ല നമുക്ക് കുഴച്ച് വയ്ക്കാം. കുഴച്ച് വേവിച്ചിട്ട് അതിന്റെ കൂടെ ഒരു കട്ടൻ കാപ്പി ഇത്തിരി മുളക് അരച്ചതും, നല്ല പാല് വേണ്ട, മുട്ട വേണ്ട, ഇറച്ചി വേണ്ട, അരി വേണ്ട, ഒരു സാധനവും വേണ്ട, ജോലിയും കുറയും. പിന്നെ ആണെങ്കിലോ എന്റെ പെൻഷൻ കാശ് ആ അരിക്കാലത്തിനകത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും. ഡാഡി ആദ്യമേ കവിത എഴുതി നിർത്തണം. എത്ര പേപ്പർ ഒരു ദിവസം ചെലവാക്കുന്നത്?
അയ്യോ ദേ മീനാക്ഷി വിളിക്കുന്നു. ഇത്ര ദിവസം പെണ്ണ് പോയിട്ട്. ഹലോ, ആ മകളെ, എന്തൊക്കെയുണ്ട് വിശേഷം? കോകിലാണ്ടി സുഖമായിട്ടിരിക്കുന്ന? കട്ട് ചെയ്യാൻ പറ. ആഹാ കവിത എഴുതുന്നു. ആഹാ, അച്ഛമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അതെ, ഞങ്ങളിവിടെ ചെലവ് ചുരുക്കുക. അതെ അതെ, ആ 3 നേരം കപ്പ. അച്ഛമ്മയുടെ ഐഡിയ. കൊള്ളാന്ന്. എന്താ മക്കളെ, കൂട്ടിക്കൊണ്ട് വരാൻ ചെല്ല. ആ അല്ലല്ല, മക്കളൊരു കാര്യം ചെയ്, ഒരു 2-3 ദിവസം കൂടെ അവിടെ നിക്ക്. ആ കോകിലാണ്ടിക്ക് ഒരു സന്തോഷാവട്ടെ മോളെ. ശരി ശരി. പിന്നെ ആ മക്കളെ, ആ അവളെ നിക്ക്, അവളെ 2-3 ദിവസം കൂടെ അവിടെ നിക്കട്ടെ, നമ്മുടെ ചെലവ് ചുരുക്കുമല്ലോ. അത് ഇവനെ കൂടെ പറഞ്ഞിട്ടായിരുന്നു. ഞാനിപ്പോ പോവും. എന്താ എടാ, പരീക്ഷ കഴിഞ്ഞിട്ടാ പോടാ. ഇവിടെ ഭയങ്കര രസമാണ് അവിടെ. വെള്ളം എന്താടാ ഇത്? ആരാത്? ആരാന്നോ? സത്യമായിട്ട് ഞാൻ ഉറങ്ങുകയായിരുന്നമ്മേ. ഈ ഫാൻ ഇട്ടോണ്ടാണോ നീ ഉറങ്ങുന്നേ? കറണ്ട് ചെലവാകത്തില്ലയോ? അത്ര ഉറക്കം മുട്ടിപ്പോയെങ്കിൽ മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കേ, നല്ല പ്രകൃതി രമണീയായ കാറ്റ് കിട്ടും. ഇനി മേലാൽ ഇവിടെ ഈ ഫാൻ ഇട്ട് പോരുത്. കറണ്ടേ ആവശ്യത്തിന് ഉപയോഗിക്കണം കേട്ടോ. പാവം മോഹനവല്ലി, അവളെ ഇന്ന് കൂട്ടാൻ നരച്ചത് അമ്മിക്കല്ലേലാ, മിക്സി തൊട്ടിട്ടേ ഇല്ല. അവളെ കണ്ടുപിടിക്കടാ, വായി നോക്കി പഠിക്കാം. ആരാടാ അവിടെ ബെല്ലടിക്കുന്നത്? കറണ്ടിന്റെ ബെല്ലറിയാൻ വയ്യാത്ത ജനദ്രോഹികള്. നീ കയറിയടാ. ഓ, നമ്മുടെ കുട്ടിപ്പൂതമായിരുന്നോ? പിന്നെന്തിനാ അവിടെ ബെല്ല് വെച്ചിരിക്കുന്നേ? ബെല്ല് വെച്ചിരിക്കുന്നത് കഥ തുറന്നു കിടക്കുന്ന കണ്ടില്ലടാ. കഴുത തക്കുത്തരം മാത്രം പറയരുത് കേട്ടോ. കോകിലാണ്ടിയുടെ വീട്ടിൽ പോയാ മതിയായിരുന്നു. അയ്യോ, അതിന് ഇനിയും സമയമുണ്ട് മക്കളെ. ഇപ്പോഴേ വേണമെങ്കിൽ ഇവനെ അങ്ങോട്ട് പാഴ്സൽ ചെയ്യണം. ഇവിടെയുള്ള ഒരു മനുഷ്യനോ അതോ മൃഗങ്ങളോ? മൃഗമാടാ, മൃഗമാ. നിന്റെ അടുത്തൊക്കെ മൃഗമായിട്ട് പെരുമാറിയില്ലേ പറ്റത്തുള്ളൂ. ഇല്ലയോ അർജുന? റെഡി വന്നാലോ? ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നല്ല വിശപ്പ്. പോ വിശക്കുന്ന ആളൊക്കെ പോ. മനുഷ്യന് വിശപ്പില്ലായിരുന്നെങ്കിൽ പാതി ചെലവ് കുറഞ്ഞാൽ ഇല്ലയോമ്മേ? നേരാ, വായില്ലായിരുന്നെങ്കിൽ ഒട്ടും ചെലവാകത്തില്ലായിരുന്നേനെ. മോനെ, അയ്യോ, ഇതെന്തോ 2 രൂപ നാണയോ? ഇതൊക്കെ ഞങ്ങൾ ദോശ എന്ന് പറയും. ചെലവ് ചുരുക്കണ്ടേ? ഇതൊരു 50 എണ്ണം കഴിച്ചാലേ വിശപ്പ് മാറൂ. അതെ, ഇത് തിന്നു കഴിഞ്ഞിട്ട് 1 എണ്ണം കൂടെ തരും, അപ്പൊ 3 എണ്ണാവും. അത് കഴിച്ചാൽ മതി. പിന്നെ വിശക്കുന്നുണ്ടെ കുറച്ച് പച്ചവെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതെ അതെ. എന്നാലും ഇതൊരു വലിയ കിടന്ന കൈയായി പോയി. സാമ്പാർ എടുത്തു, കുറച്ച് ചെവുത്തോണ്ടി എവിടുന്ന് കിട്ടിയത് നിനക്ക്? ഇതിൽ ചെറുത് കിട്ടിയില്ലമ്മേ, ചെലവ് ചുരുക്കണ്ടേ. ഇത് കഴിയുമ്പോ വേണമെങ്കിൽ ചെവിയിലും ഇടാം. ഇതിന് വരെ ഉച്ചക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കുമായിരിക്കും. പിന്നെ കപ്പ പുഴുങ്ങിയതും കട്ടൻ കാപ്പിയും അമ്മയുടെ മെനുവാ. എന്നാ ഇച്ചിരി മീനൂടെ. മീനൊന്നും പറ്റില്ല, ചെലവ്. അതിന് പല ഫോട്ടോ കാണിച്ചു തരും, അത് നോക്കി കഴിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മല്ലികയുടെ വീട്ടിൽ മീൻ മറക്കും. ആ സമയത്ത് നമുക്ക് ഈ കപ്പ കഴിക്കാം. മണമടിച്ച് ചെലവില്ലല്ലോ. ചെലവില്ല. എനിക്ക് ഏതായാലും ഇഷ്ടമായി. ഞാൻ പറഞ്ഞ ഏതായാലും നിങ്ങൾ ഉൾക്കൊണ്ടല്ലോ. ഇനി ഇങ്ങനെ തന്നെ ഒക്കെ പോയാ മതി. അതെ അതെ. ഓ, ഇതാരാ ഈ കിടന്ന് ബെല്ലടിക്കുന്നേ? കറണ്ട് ബില്ല് കൂട്ടാൻ ഉള്ള ദ്രോഹികള്. കുറ്റിയിട്ടിട്ടില്ലെങ്കിൽ കയറി വാ. അയ്യോ, ഇതാരും മല്ലിക്കേ. എന്താ മല്ലികേ, എന്നെ പറ്റി നുണ പറയാനായിട്ട് ഇവിടെ അങ്ങോട്ട് കാണാനായിട്ട് ഇനി പോകുന്നതാന്നോ? അമ്മയുടെ ഈ വർത്താനോ അയൽക്കാരായ അങ്ങനെയാണോ അമ്മേ? അതെ. അയ്യോ, എന്തെങ്കിലും പറയാറുണ്ടോ? അതെ, ഞങ്ങളുടെ അവിടെ ഒരു AC വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെ ഫിറ്റ് ചെയ്തതേ ഉള്ളൂ. അതിന്റെ മുട്ട തരാമെന്നാണ്. അമ്മയ്ക്ക് കഴിക്കാലോ അല്ലയോ? പിന്നെന്താ, കിട്ടി. AC വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ഓ, ഈ രൂപേഷേട്ടന്റെ നിർബന്ധമാണ്. ചൂടത്ത് കിടക്കാൻ മേലാന്ന്. അയ്യോ, ഞങ്ങളും ഇവിടെ AC-ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലേ? പുതിയ മോഡൽ ആണോ? ഏതായാലും വന്നല്ലേ മല്ലികെ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. നല്ല ദോശയും സാമ്പാറും ഉണ്ട്. ഓ, വേണ്ടാന്നേ. എന്നാന്നറിയോ, ഞാൻ ചെന്നില്ലേ രൂപേഷൻ ഒന്നും കഴിക്കുകയല്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഇവിടെ അങ്ങനെ തന്നെ ഇവര് കേട്ടോ. ഒന്നും തിരുന്നേ കഴിക്കത്തുള്ളൂ. അയ്യോ, തന്നെ ഇത്ര കുഞ്ഞു ദോശ
ഇതെങ്ങനെ ഇത് ഉണ്ടാക്കുന്നേ? ഈ ഫാഷൻ ദോശയാ, ഫാഷൻ ദോശ. ഇങ്ങനെ ഉണ്ടാക്കാല്ലേ? ഇങ്ങനെ ഉണ്ടാക്കാം. അതെന്താന്നറിയാവോ, ഇവര് വല്ലാതെ തടി വെക്കുന്നു. അപ്പൊ ഈ കുഞ്ഞു ദോശയാണെങ്കിൽ ഒരു 4-5 തിന്നാലേ കുഴപ്പമില്ലല്ലോ. ഇതിന്റെ പേരാണ് നാനോ ദോശ. നാനോ ദോശ. അപ്പൊ ചായയോ? ചായ സ്പൂണിലാണോ അതോ ഗ്ലാസ്സിലാണോ കുടിക്കുന്നത്? നാനോ ചായ ഗ്ലാസ്സിൽ കുടിക്കും, പക്ഷെ നമ്മള് പാലൊഴിക്കത്തില്ല. പാലൊഴിക്കത്തില്ല. വണ്ണം വെക്കും. നിങ്ങൾ ഇത്ര പിശുക്കാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാത്തിനാന്ന് ഇത്രയും പിശുക്കുന്നേ? നാളെ അങ്ങ് തട്ടി പോകുന്ന തടിയാ. അതുകൊണ്ട് വല്ലതൊക്കെ കഴിച്ച് അങ്ങ് ജീവിക്കണം. ആണോ? ഞങ്ങൾക്ക് ഇത്രയും പിശുക്കില്ല കേട്ടോ. എന്നാ പിന്നെ മല്ലി അങ്ങോട്ട് ചെല്ല, കുറച്ചു നേരം AC ഓൺ ചെയ്ത് കിടക്ക്, ഇല്ലെങ്കിൽ രൂപേഷേട്ടൻ വഴക്ക് പറയും. നാശം. പിന്നെ ആരാ ഈ ബെല്ലടിക്കുന്നേ? കറണ്ട് ബില്ല് കൂട്ടാൻ. കറണ്ട് ബില്ല്. ആഹാ, ചെല്ല്, ആ കറണ്ട് ബില്ല് ഞാൻ വാങ്ങിച്ചോണ്ടോ. എടാ പോയി വാങ്ങിച്ചോണ്ടത്. അയ്യടാ നിക്കുന്നുണ്ടില്ലേ മല്ലിയേ? മല്ലിയ പോകുന്നില്ലയോ? പോവാമ്മേ, പോവാ. അയ്യോ, 2500 രൂപയുടെ ബില്ല്. 2500 രൂപ. 2500 രൂപയോ? അതെങ്ങനെ വന്നു? ഇത്ര അല്ലേ ഉള്ളൂ, 2500 രൂപ. ഞങ്ങളുടെ അവിടെ 6000 രൂപയാ വരുന്നേ. 6000 രൂപ. 6000 രൂപയുണ്ടോ? ആ. അയ്യോ, നിങ്ങള് കറണ്ടാണോ തിന്നുന്നേ? ആ, ഇവിടെ AC ഇല്ലല്ലോ. AC ഇന്നലെ വാങ്ങിച്ചല്ലേ ഉള്ളൂ, അതിനു മുമ്പ് കറണ്ട് ബില്ല് ഇനി വന്നോ? എന്തോ? ദേ അമ്മേ, രൂപേഷേട്ടൻ വിളിക്കുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ പോട്ടെ. ചെല്ല് ചെല്ല്. മല്ലിക പോയി. മല്ലിക പോയോ? കറണ്ട് ബില്ല് നോക്കടാ. 2500 രൂപ. അയ്യോ, എന്തിനാ കരയുന്നേ? എന്തിനാ മോനുവല്ലി കരയുന്നത്? അടുത്ത പ്രാവശ്യം നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ നോക്കാം. കുറയ്ക്കാനോ? കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ബില്ല് 2500, അവളുടെ ബില്ല് 6000. അയ്യോ, അതിന് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കാനോ? പിന്നല്ലാതെ. നമ്മളിപ്പോ അവളുടെ മുമ്പിൽ കൊച്ചായില്ലേ? ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? നമ്മള് പിശുക്കന്മാരാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? എന്നാലേ നമുക്കൊരു വലിയ ദോശ ഉണ്ടാക്കി അവളെ വിളിച്ച് കാണിക്കാം. ദോശയൊന്നും വേണ്ട. നമുക്കൊരു AC മേടിക്കാം. എന്നിട്ട് അടുത്ത പ്രാവശ്യത്തെ ബില്ല് 6500 ആക്കി നമുക്ക് കാണിച്ചു കൊടുക്കണം. അത് വേണം, അത് വേണം. ഇതിലും ഭേദം ഒരു അമ്മിക്കല്ലെടുത്ത് എന്റെ തലക്കടിക്കുന്നതാ. ചെലവ് ചുരുക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? അവളെ നീ നിലയ്ക്ക് നിർത്തണം. അവിടെ ഭരണം നീ ഇവിടെ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ നീ അനുഭവിച്ചോ. അമ്മ വിചാരിച്ച ഇവിടുത്തെ ചെലവ് ചുരുക്കാൻ പറ്റും. എല്ലാം അമ്മ നിയന്ത്രിക്കണം. അമ്മയാണ് ഇവിടുത്തെ ദൈവം. നീ എന്നോട് പറഞ്ഞേ. അമ്മയാണ് ഇവിടുത്തെ ദൈവം. ഞാൻ ഏറ്റു. ഇനി എല്ലാം ഞാൻ ഏറ്റു. എൻ്റെ മോൻ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഏറ്റു. ഓ, എന്തൊരു ചൂടാ. അല്ല, ഈ മല്ലിക വരുന്നിടം വരെ ഇവിടെ ചൂടുണ്ടായിരുന്നല്ലേ? അവളാണോ ചൂട് കൊണ്ടുവന്നത്? ഷോ, എന്തോരം തണുപ്പായി കൊല്ലം. ഷോ, എനിക്ക് തണുത്തിട്ട് അവിടെ ഒന്നും ഇരിക്കാൻ വയ്യ കേട്ടോ. നിനക്ക് തണുക്കുന്നില്ലയോടാ? ഭയങ്കര തണുപ്പ്. അയ്യോ, ഇതെന്താ ഇവിടെ ഇങ്ങനെ വേർക്കുന്നേ? അവക്ക് മാത്രം ചൂടാമ്മേ. അത് നേരത്തെ ഇങ്ങനെ തന്നെയാണല്ലോ. നീ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കടാ. അയ്യോ, ഇത് അങ്ങനെ മാറുന്ന അസുഖം അല്ലമ്മേ. പിന്നെ AC. ഓ, AC അതിന്റെ അസുഖം അല്ലയോ? അമ്മയും മകളുടെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കും അല്ലേ? ദേ പിന്നെയും ചൂട്. എടാ, ഇവളെ പിടിച്ച് കൊണ്ടുപോയി ഒരു പച്ചവെള്ളത്തിനകത്ത് മുക്കിയിട്. അയൽവക്കക്കാരങ്ങനെ പലതും മേടിക്കും. അത് കണ്ട് നമ്മൾ തുള്ളണ്ട കേട്ടാ. അപ്പൊ AC വാങ്ങില്ല? ഇല്ല ഇല്ല ഇല്ല. ഇവിടെ എങ്ങനെ ആര് ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനുള്ള അധികാരം എൻ്റെ മോൻ എനിക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ദൈവമാണെന്നാണ് എൻ്റെ മോൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? അപ്പൊ ഞാനോ? അല്ല, പിന്നെ കൊറേ ദൈവങ്ങളുണ്ടല്ലോ മോനവല്ലി. അമ്മ ഒരു ദൈവം, മോനവല്ലി വേറൊരു ദൈവം. ശരി, ഞാൻ കാണിച്ചു തരാം. മോനെ കണ്ണാ, അമ്മയുടെ ആ ചുരിദാറും തേച്ചേടാ. നമുക്ക് സിനിമയ്ക്ക് പോവാം. പോയിട്ട് എടുക്കാൻ പറ്റത്തില്ല. വേണ്ട, ഞാൻ കടലിട്ട് തേച്ചോളാം. കടൽ. ഓ, എന്നാ അവളെ തേക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. അപ്പൊ കിടന്ന് തേക്കട്ടെ. ഞാനേ ഫീസൂര്. അയലോക്കം ഇല്ലാത്ത ഒരിടത്ത് വീടെടുക്കണം. എന്നാലേ ചെലവ് ചുരുക്കാൻ പറ്റൂ. എന്റെ അർജുനേട്ടാ, ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ച് വെക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല മോനവല്ലി. അമ്മ ഇപ്പൊ ഫീസ് ഇടും. പിന്നെ ഫീസ് ഇടും. ഈ തണുപ്പ് കാലത്ത് ഇവിടെ നമുക്ക് AC വേണ്ട, കറണ്ട് വളരെ മിതമായിട്ടേ ചെലവാക്കുള്ളൂ എന്ന് നിന്റെ വൈഫ് എനിക്ക് വാക്ക് തരുവാണെങ്കിൽ ഫീസ് ഇടാം. എന്റെ മോനവല്ലി, നീ വാക്ക് പറ. ഏയ്,
എന്റെ കയ്യിലാണ് കയറി പിടിക്കുന്നത് മോനെ വലിയ അല്ല ഇരുട്ടത്ത് കൈമാറി പോയതാ അമ്മേ. വാക്ക് തരാതെ കണ്ട് ഈ ജന്മം നിങ്ങൾ സൂര്യൻ ഉദിക്കാതെ വെളിച്ചം കാണുന്ന പ്രശ്നമേ ഇല്ല. മോഹനമല്ലി, വേറെ വീട് വെക്കുമ്പോ AC വാങ്ങുമോ? മല്ലികയിലെ വീട്ടിലെ AC കേടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പിന്നെ വഴിപാട് നടത്താം. എന്താ പോരെ? അത് മതി. ആ അങ്ങനെ വഴിക്ക് വാ. എന്നാ എൻ്റെ മക്കളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഫീസ് കുത്തിവെച്ച് വരാം. ഒന്ന് പിടിച്ചേ. സൂക്ഷിച്ചു പോണേ. ആ ഇവിടൊക്കെ ഇരുട്ട, നോക്കട്ടെ. ഇവിടെ കണ്ടൊരു കസേര ഉണ്ടായിരുന്നു. നേരെ പോയാ മതി അമ്മേ. ശരി ശരി. ഇവിടെ ഇരിക്കുക അർജുനേട്ടാ, നമുക്ക് ഇരുട്ടത്ത് കുറച്ചു നേരം സല്ലപിക്കാം. അർജുനേട്ടാ, അന്ധകാരം അന്ധകാരം എങ്ങു നിന്നോ കാലൻ കോഴിയുടെ ഓരിയിടൽ. എന്റെ അർജുനേട്ടാ പേടിപ്പിക്കല്ലേ, ഒന്നാമത് ഇരുട്ട. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പാടി എത്ര സത്യം. അങ്ങനെ ഷോ, ആ മല്ലിക ഇപ്പൊ AC റൂമിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും. എന്റെ ഒരു തലേവിധി. നമ്മുടെ കാറിൽ AC ഉണ്ടല്ലോ, നമുക്ക് അതിനകത്ത് കിടന്നാലോ? ഗുഡ് ഐഡിയ. അടി വെച്ചെന്നാ ഉണ്ടല്ലോ. അടിക്കണോ? ആ. അടിക്കട്ടാ? അടിക്കടാന്നു അടിക്കേട്ടാ. ആ സ്പീഡിൽ പറഞ്ഞപ്പം അടിക്കടാന്ന് ആയിപ്പോയതാ. അടിക്കട്ടാ? അടിക്കൂ, എന്നെ അടിക്കൂ, അടിക്കൂ, എന്നെ അടിക്കൂ, 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 അടിക്കൂ. കഷ്ടമാ, നിങ്ങൾക്കൊന്നും ഉറക്കമില്ലേ? ഇല്ലടാ, ഞങ്ങള് ചെകുത്താന്മാരാ. ആ ഇപ്പോഴെങ്കിലും സമ്മതിച്ചു വന്നല്ലോ. കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനമായില്ലേ? ഇനി പോയി കിടന്നുറങ്ങാം ചെകുത്താനെ. എന്താണ് ഒച്ച വെക്കല്ലേ, ഒരു സീൻ കാണിച്ചു തരാം. എന്ത് സീനാ? അവിടെ ആരുമില്ല. ദാ കണ്ടോ, ഇങ്ങനെയും AC ഉണ്ടാക്കാം. അയ്യോ അമ്മ എന്തൊക്കെ പുകില ഉണ്ടാക്കിയേ? ലൈറ്റ് ഇടാൻ പാടില്ല, ഫോൺ ഇടാൻ പാടില്ല, തേപ്പൊട്ടിട്ട് തുണി വെക്കാൻ പാടില്ല. എന്നിട്ട് അമ്മ തന്നെ ഇവിടെ വന്നിരിക്കുവല്ലേ? അന്റെ മോളെ, ഞാനേ കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്കാൻ വന്നതാ. അപ്പൊ തല ചുറ്റി ഇവിടെ അങ്ങ് വീണ് പോയതാ. കസേര കൊണ്ടാണോ വന്നത് വെള്ളം എടുക്കാൻ? കസേര പിരിച്ചു തുറന്നപ്പോ ഓടി ഇങ്ങോട്ട് വന്നു. അയ്യോ, ജീവനുണ്ടായിരുന്നോ? വീണടുത്ത് കിടന്ന് ഉള്ളല്ലേ? ചുമ്മാതല്ല കറണ്ട് ബില്ല് കൂടുന്നത്. എന്ന് തുടങ്ങി ഈ ഏർപ്പാട്? മോനെ കഷ്ടിച്ച് 1 മാസമായുള്ളൂ. അതെ, എൻ്റെ മോനിപ്പോൾ AC മേടിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അമ്മയ്ക്കാണ് ചൂടെടുത്തിട്ട് അവിടെ കിടക്കാൻ വയ്യ മോനെ, എന്തോ ഒരു ചൂടാ. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് പോയത്. മോളൊരു കാര്യം ചെയ്യേ, എന്തുവാ? നീ ഇവിടെ വന്നിരിക്കും. ഇതിന് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നീ വാ, ഇവിടെ ഇരിക്കും. നമുക്കേ സന്തോഷം തോന്നുന്നില്ലേ? ഇവിടെ സംയുക്തമായിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങാം. അതെ, നിങ്ങൾ പോയി കിടന്നോ. ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നാ ഉറങ്ങുന്നേ. കരയിലുള്ളത് തന്നെ കുളത്തിലും. എന്ത് ഇവിടെ കണ്ട? ആഗ്രഹമാണ് എല്ലാ ദുഃഖത്തിനും കാരണം. അയ്യോ, അത് ശ്രീബുദ്ധൻ പറഞ്ഞ ഒരു വാക്കല്ലയോ? ആ ഇതുപോലുള്ള അവസ്ഥ കണ്ടിട്ടാവും അദ്ദേഹം വീട് വിട്ടിറങ്ങിയത്. ആ അതുപോലെ ഞാനും ഈ വീട് വിട്ട് പോകേണ്ടി വരുമെന്നാ തോന്നുന്നേ. എപ്പോഴാ പോകുന്നത്? അവൻ അങ്ങനൊന്നും പോകാനൊക്കത്തില്ല മോനെ. ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടായപ്പോഴാ വീട് വിട്ടിറങ്ങിയത്. ഇവനതില്ല.